നമസ്കാരം. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ ഒന്ന് തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്, രണ്ട് കണ്ണൂർ പിണറായിലുള്ള പിണറായി വിജയൻ്റെ കുടുംബ വീട്, കോട്ടുളിയിൽ കോഴിക്കോട് കോട്ടുളിയിൽ മുഹമ്മദ് റിയാസ് താമസിക്കുന്ന വീട്ടിൽ ഇന്ന് രാവിലെ 6 മണിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സംഘം മിന്നൽ റെയ്ഡിനെത്തുന്നു. ഈ 3 ഇടങ്ങളിൽ മാത്രമല്ല 12 ഇടങ്ങളിലേക്ക്, കേരളത്തിൽ 10 ഇടം, കേരളത്തിന് പുറത്ത് 2 സ്ഥലങ്ങൾ, ബംഗളൂരുവിലെ എക്സാലോജിക്കിൻ്റെ ഓഫീസ് അടക്കം. എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില കാഴ്ചകൾക്ക് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നു. അതേപോലെ നമ്മെ നടുക്കിക്കളയുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ 7.5 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ED സംഘത്തിന് മേൽ വലിയ ആക്രോശവുമായി ഒരു കൂട്ടം CPM പ്രവർത്തകർ അടുക്കുന്നു. പിന്നീട് ED സംഘം ഒരു വാഹനത്തിൽ പുറത്തേക്ക് കടക്കുമ്പോൾ വാഹനത്തിൻ്റെ ചില്ല് അടിച്ച് തകർക്കും. ചുടുകട്ട കൊണ്ടും വലിയ വടി കൊണ്ടുമൊക്കെ ബലമായി ഈ ചില്ല് അടിച്ച് തകർക്കുന്നു. ശക്തമായ ആക്രമണം ED സംഘത്തിന് നേർക്ക്, അതും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ. നേരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേരെ കല്ലും കുപ്പിച്ചില്ലുകളും വെച്ച് വലിയ തോതിൽ ഏറ് നടത്തിയിരുന്നു. മുന്നിൽ നിന്നിരുന്ന കേരള പോലീസിൻ്റെ ഹെൽമെറ്റുകൾ വലിച്ചൂരി ആ ഹെൽമെറ്റുകൾ ഉപയോഗിച്ചും അകത്തുള്ള CRPF ജവാന്മാർക്ക് നേരെ ആക്രമണം നടത്തി. കേന്ദ്രസേനയെ വിരട്ടി ഓടിക്കാനുള്ള ശ്രമമാണ് CPM ഗുണ്ടകൾ നടത്തിയത്. മറുവശത്ത് ഇനിയും ED ഇത്തരം പരിശോധനകളുമായി ഇങ്ങോട്ടേക്ക് കടന്നു വരേണ്ടതില്ല എന്നൊരു സന്ദേശം നൽകലാണോ ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ? നമ്മൾ പല റെയ്ഡുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ റെയ്ഡ് നടത്താനെത്തുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന കാഴ്ച, പിണറായിയിലെ വീടിന് മുന്നിൽ ഉദ്യോഗസ്ഥരെ കൂക്കി വിളിച്ച് ആക്രമിക്കാൻ പാർട്ടി പ്രവർത്തകർ ആഞ്ഞെടുത്തിരുന്നു. അവിടെ P. ജയരാജൻ്റെയും MV ജയരാജൻ്റെയും സംയോജിത ഇടപെടലുകൾ കൊണ്ട് വലിയ ആക്രമണം ഉണ്ടായില്ല. എന്നാൽ റിയാസിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ED സംഘത്തെ വലിയ തോതിൽ ആക്രോശമുഴക്കി അപമാനിക്കാനുള്ള ശ്രമം പാർട്ടി പ്രവർത്തകർ നടത്തി. എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി ഈ സൗണ്ട് ആൻഡ് ഫ്യൂരിക്ക് ഉപരിയായിട്ട് ഇതെന്താ സംഭവിച്ചത്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ CMRL എന്ന കമ്പനി ഇവിടെ, അത് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രീം അപ്പലേറ്റ് ബോഡി, അവർ 1.72 ലക്ഷം കോടി രൂപ എക്സാലോജിക് എന്നൊരു കമ്പനിക്ക് 1.72 കോടി എക്സാലോജിക് എന്ന് പറയുന്നൊരു കമ്പനിക്ക് 2018-19 കാലയളവിൽ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇത് അവർ കണ്ടുപിടിച്ചത്, ഈ ട്രാൻസ്ഫർ അവരെന്താണ് IT സർവീസ് കൊടുത്തു എന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെയാണ് ഈ കേസിൻ്റെ തുടക്കം. അപ്പോൾ സാധാരണ നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കാര്യം ഫൈനാൻസ് മിനിസ്ട്രിയുടെ കീഴിലാണ്. ഫൈനാൻസ് മിനിസ്ട്രിയുടെ റവന്യൂവിൻ്റെ കീഴിലാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അതാണ് പ്രധാനമായി ഉള്ള ഒരു കാര്യം. അത് 2002 വന്ന ആക്റ്റാണ്. അത് വാജ്പേയി പ്രധാനമന്ത്രിയായി വന്നപ്പോൾ ആക്റ്റാണ്. രണ്ടാമത് FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് 1999 കൊണ്ടുവന്നതാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴും വന്ന ഫ്യൂഗേറ്റീവ്, അതായത് ഇവിടുന്ന് കാശ് പറ്റിച്ച് വെളിയിലോട്ട് പോകുന്ന ആളുകളെ, അതായത് വാഡിയ, നീരവ് മോദി, അങ്ങനെയുള്ളവരുടെ സ്വത്ത് അറ്റാച്ച് ചെയ്യാനുള്ളത്. 4, പഴയ കൊഫേപ്പോസ, അത് പണ്ടേ ഉള്ളത്, അതായത് ഈ സ്മഗ്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈ PMLA മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞൊരു കേസ് അവർക്ക് സുവമോട്ടോ ചെയ്യാനൊക്കില്ല. ഇവിടെ അത് ചെയ്യാനൊരു കാര്യം, ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് സെറ്റിൽ ചെയ്തപ്പോഴത്തേന് ഇവർ ED ഇതിൻ്റെ അകത്ത് മണി ലോണ്ടറിങ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആരെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? CMRLനെയാണ്. നമ്മളിത് മറക്കരുത്. CMRL എന്നും എക്സാലോജിക് എന്നും 2 കമ്പനിയാണ്. അപ്പോൾ ഈ കേസ് വളരെ സീരിയസ് ആയിട്ട് വന്നപ്പോൾ മനോരമയാണ് ഇത് കേരളത്തിൽ കൊണ്ടുവന്നത്. 1.72 കോടി രൂപ കൺസൾട്ടൻസി ഇനത്തിൽ വീണയുടെ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഉള്ള എക്സാലോജിക് കമ്പനിക്ക് മാറി. ഇത് ആ സമയത്ത് വലിയ ഇഷ്യൂ ആയി. നിങ്ങൾക്കറിയാം, മാത്യു കുഴൽനാടനാണത് വലിയ ഇഷ്യൂ ആക്കിയത്. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇവർ ഈ പറയുന്ന നരേറ്റീവ് ഒന്നുമല്ല. CMRL എന്ന് പറയുന്ന കമ്പനി
ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. എന്തിനാണ്? ഈ ED ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി. അത് ഇന്നലെ ഹൈക്കോടതി തള്ളിയപ്പോഴാണ്, അപ്പോൾ ED ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഷ് ചെയ്യാൻ തള്ളിയ സമയത്താണ് ED ഈ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പശ്ചാത്തലം. അപ്പോൾ ഈ 1.72 കോടി അതിനാണ് ഇവിടെ മാസപ്പടി കേസ് എന്നൊക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ എക്സാലോജിക്ക് ഇങ്ങനെ ഒരു IT സർവീസ് കമ്പനിയായിട്ട് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. രണ്ട് പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇവർ ഈ CMRL മാത്രമാണ് സർവീസ് കൊടുത്തത്. ഇപ്പോൾ എക്സാലോജിക്ക് വലിയൊരു കമ്പനിയാണെങ്കിൽ എന്തുകൊണ്ട് 20 പേർക്ക് അല്ലെങ്കിൽ 30 പേർക്ക് കൊടുത്തില്ല? അപ്പോൾ അതാണ് എക്സാലോജി കമ്പനിയെ അവരുടെ എന്താ പറയുന്നത് മണി ലോണ്ടറിങ് ആണോ എന്ന് പറഞ്ഞത്. കാരണം ഈ പൈസ അവരുടെ സർവീസ് കൊടുക്കുന്നു. അപ്പോൾ ചോദിക്കുന്നൊരു കാര്യം, നിങ്ങളൊരു IT കമ്പനിയാണ്, IT കമ്പനി ഒരു 25 പേർക്ക് സർവീസ് കൊടുത്തെന്ന് വെച്ചോ. നിങ്ങൾ പിന്നെ IT സർവീസ് പിന്നെ പല സർവീസ് ചെയ്തിട്ടുണ്ട്, അറിയാമല്ലോ. പിന്നെ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ആകാം, അല്ലേ, മെയിൻ്റനൻസ് ആകാം, പലതാകാം. അപ്പോൾ പ്രശ്നം ഇത് സസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാലോജിക്ക് വേറെ ഒരിടത്തും ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏക ഏജൻസി ഇതാണ്, 1.72. അപ്പോൾ കിക്ക് ബാക്ക് ആണെന്നുള്ള സംശയം വന്നതിൻ്റെ ഇതിലാണ് PML ഇത് ചെയ്യുന്നത്. ഇനി ED എന്ന് പറയുന്ന ഒരു സ്ഥാപനം, EDയെക്കുറിച്ചുള്ള ഒരു വലിയ വ്യാപകമായ ആരോപണം, 2014 തൊട്ട് ഇതുവരെ 193 കേസസ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുത്തിട്ടുണ്ട്, MP, MLA എക്സെട്ര. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്ത ആരെയാണെന്നറിയാം? രാഹുൽ ഗാന്ധിയാണ്. 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വീട്ടിൽ പോയി അവർ റെയ്ഡ് ചെയ്തു. 55 മണിക്കൂറാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ചെയ്തത്. അന്നേരം വേണമെങ്കിൽ കോൺഗ്രസ്സുകാരെ വിട്ടിട്ട് അവിടെ ഇഷ്ടംപോലെ അത്യാവശ്യം ഗുണ്ടകളുണ്ട്, അവരുടെ വണ്ടിയൊക്കെ തല്ലിപ്പൊട്ടിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി അത് ചെയ്തില്ല. രാഹുൽ ഗാന്ധി അതിനെ പൊളിറ്റിക്കലി നേരിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കള്ളക്കേസ് എടുത്തിട്ട് മോദി എന്ന പേര് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയെ പെട്ടെന്ന് എന്താ പറഞ്ഞേ ഡിസ്ക്വാളിഫൈ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് പോലും രാഹുൽ ഗാന്ധിയുടെ ഒരു റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ അവരാരും EDയുടെയോ വന്ന ആളുകളുടെയോ വണ്ടി അടിച്ചു കൂട്ടി. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഇത് കേരളമാണ്. ഇത് കേരളമായാലും ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കേണ്ടത് ഒരു വലിയൊരു കാര്യം, EDയെ ദുരുപയോഗപ്പെടുത്തണമെന്നുള്ളത് യാതൊരു സംശയമില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എന്താണ്, ഈ 10 വർഷം നടന്ന കേസുകളിൽ അതിൻ്റെ കൺവിക്ഷൻ റേറ്റ് 1%. 193 കേസസ് പിന്നെ എന്താ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുത്തിട്ടുണ്ട്. കൺവിക്ഷൻ എത്രയാണെന്നറിയോ? കൺവിക്ഷൻ 1%. അതായത് 2 കേസിൽ മാത്രമാണ് കൺവിക്ഷൻ. ഇതേ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഒന്ന് പ്രസംഗിച്ചപ്പോൾ എന്തുകൊണ്ട് ED പിണറായി വിജയൻ്റെ വീട്ടിൽ കയറാൻ മടിക്കുന്നു, എന്തുകൊണ്ട് പിണറായി ചോദിച്ചു. പക്ഷേ അതിൻ്റെ ഒരു കാര്യം വസ്തുനിഷ്ഠമായിട്ട് ചോദിച്ചാൽ ഇറ്റ് വാസ് അണ്ടർ ഇൻ ദ കോർട്ട്. കാരണം ഇതിൻ്റെ കേസ് നടക്കുന്നതിൻ്റെ പ്രധാന പാർട്ടി ഈ പിണറായി വിജയൻ എന്നുള്ളതിനെക്കാട്ടിൽ CMRLും എക്സാലോജിക്കുമാണ്. അതിൻ്റെ ഈ പിണറായി വിജയൻ്റെ കേസ് വന്ന എക്സാലോജിക്കിൻ്റെ ഓണർ, സിംഗിൾ ഓണർ വീണ പിണറായി വിജയൻ്റെ വീട്ടിലാണ് താമസിച്ചത്. മറുവശത്ത് CMRLന്റെ 13.5% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് KSIDC ആണ്. കറക്റ്റ്. അത് പിണറായി വിജയൻ്റെ അല്ല, അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റാണ്. അതായത് നിങ്ങൾ ഈ 13% സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ചെയ്യുമ്പോൾ ഇതാണല്ലോ മാത്യു കുഞ്ഞാടൻ പറഞ്ഞത്, ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനിക്ക് 1.73 കോടി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ പറയും അവർ മറ്റുള്ളവർക്ക് സംഭാവന കൊടുത്തു. ഇത് രണ്ടും രണ്ടാണ്. എല്ലാ കമ്പനികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നെ കോൺട്രിബ്യൂഷൻ കൊടുക്കും. പക്ഷേ ഒരു കമ്പനിക്കൊരു സർവീസ് കൊടുക്കുമ്പം ആ സർവീസ് ആ കമ്പനി വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ പ്രശ്നം. അപ്പം ഇപ്പോഴത്തെ ഒരു റെയ്ഡ്, ഇന്ന് നടന്ന റെയ്ഡിൻ്റെ അകത്ത് നടന്ന 2 കാര്യം, അതിൻ്റെ റെയ്ഡിൻ്റെ കാര്യം. അപ്പോൾ എന്താ അവർ പറയുന്നത്, ഇന്നലെ ഇവിടുത്തെ മുഖ്യമന്ത്രി മോദിയെ കണ്ടു, നരേറ്റീവ് കണ്ടോണം, ഇതിങ്ങനെ മനഃപൂർവ്വം ചെയ്താണ്. ഇതിൻ്റെ ഒരു വലിയ നേട്ടമായി മാറും ഈ ഇത്തരം ആരോപണങ്ങൾ. വളരെ ബാലിശമായ ആരോപണങ്ങളാണ് ഇവർ വയ്ക്കുന്നത്. പിണറായി പിടിച്ചൊന്നും വരില്ല. അതിൽ മനുഷ്യർക്ക്, സാമാന്യ മനുഷ്യർക്ക് ബോധം വേണ്ടേ? ഇന്നലത്തെ ഹൈക്കോടതി വിധിയാ. ഹൈക്കോടതി CMRL കൊടുത്ത കേസ് തള്ളിയതുകൊണ്ടാണ് ഇന്നത്തെ
റെയ്ഡ് വന്നത്. അപ്പോൾ സതീശൻ വിചാരിച്ച പിണറായി വിജയൻ്റെ വീട്ടിൽ ഇഡി കയറും എന്നുണ്ടെങ്കിൽ സതീശൻ അത്ര നിസ്സാരക്കാരനല്ലല്ലോ. അല്ല, അത് മാത്രമല്ല, ഇത് വേറൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കേസാണെന്ന് CBI അന്വേഷിച്ച് തെളിഞ്ഞൊരു കേസിനെ പുള്ളി 13 മണിക്കൂറാണ് പോയി ചോദ്യം ചെയ്യാൻ ഇരുന്നു കൊടുത്തത്. എന്താ പറഞ്ഞാൽ പിന്നെ മടിയിൽ കനവില്ലായിരുന്നു. ഈ 13 മണിക്കൂർ പരസ്യമായി ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ കാര്യം, മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവല്ല, മുഖ്യമന്ത്രി. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഇവിടെ നടത്തിയ അക്രമങ്ങൾ, ഇത് നമ്മൾ മറക്കുന്നൊന്നുമില്ല. 2016 നാട് നെടുകെ ഉമ്മൻചാണ്ടിക്കെതിരെ അശ്ലീല പോസ്റ്ററുകൾ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം രണ്ടും രണ്ടായിട്ട് കാണണം. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ എത്രമാത്രം ദുരുപയോഗം ചെയ്യുന്നു. രണ്ടാമത്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരി ഉൾപ്പെടെ കേസ് ഏതാണെന്നറിയോ? ശാരദ ചിട്ടിപ്പണി. പിന്നെ ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി, അത് കഴിഞ്ഞിട്ട് അജിത് പവാറിൻ്റെ പേരിൽ അറിയാമോ നിങ്ങൾക്ക്? പിന്നെ എന്ത് കേസായിരുന്നു അറിയാമോ? സഹകരണ ബാങ്ക് കേസ്. ഇവരെല്ലാം BJP ചേർന്നോട് ഈ കേസെല്ലാം അല്ല, നമുക്കങ്ങനെ BJPയെ ഈ ഇത്തരം ചില കേസുകൾ ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്താം. പക്ഷേ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ കഴിഞ്ഞ കുറേ കാലമായി 6-7 വർഷമായി കേരളത്തിൻ്റെ പൊതുസമൂഹം ഉറ്റുനോക്കുന്ന ഒരു കേസാണ് ഇത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒത്തുകളിക്കുന്നു, ED ഒത്തുകളിക്കുന്നു, വലിയ സംശയം സമൂഹത്തിന് മുന്നിലുണ്ട്. 2 കേസുണ്ട്. ഇത് മാത്രമല്ല, എക്സാലോജിക്കിൻ്റെ കേസ് മാത്രമല്ല, സുപ്രീം കോടതിയിലൊരു കേസ് ഇങ്ങനെ എറ്റേണലി പോസ്റ്റ്പോണ്ട് നടക്കുന്നൊരു കേസാണ്, ലാവ്ലിൻ കേസ്. എത്ര പ്രാവശ്യമാണ്. അപ്പം ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 2 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസിനെ പൊളിറ്റിക്കലി ചോദ്യം ചെയ്യാം. രാഹുൽ ഗാന്ധിയുടെ എതിരെ ഏതാണ്ട് 19 ക്രിമിനൽ കേസസ് ഉണ്ട്. 32 പിന്നെ കേസസ് ഇന്ത്യ മൊത്തം അദ്ദേഹത്തിൻ്റെ എതിരെ. ഇത്തരം അന്വേഷണ ഏജൻസികൾ പരിശോധനയ്ക്ക് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നമുക്ക് പ്രതിരോധിക്കാം, നിയമപരമായി പ്രതിരോധിക്കാം. പക്ഷേ ഒരു ഗുണ്ടായുസത്തിലൂടെ അവിടെയാണ് CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, മോറൽ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഇവർ വിചാരിക്കുന്നത് പിന്നെ എന്താണ്, ഗുണ്ടായിസം. ഈ പിന്നെ സ്ത്രീകൾ ഉൾപ്പെടെ യാത്ര ചെയ്തൊരു കാറ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ പറയുമോ? മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക. ഒരു കൂട്ടം കാപാലികർ ഇത് ഈ കാറ് പ്രൈവറ്റ് പിന്നെ ടാക്സിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതിന് പിന്നെ ഉത്തരവാദിത്വം വഹിക്കുന്നത് ആർക്കായി കാറ് പോയത്? ഈ കാർ അടിച്ചു പൊട്ടിക്കുക എന്ന് പറയുന്നതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു പബ്ലിക് ആർഗ്യുമെൻറ്റാണ്. അതാണ് ഞാൻ പറയട്ടെ, 55 മണിക്കൂർ രാഹുൽ ഗാന്ധി ഇത്രയും പ്രായമുള്ള സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ട് ഡൽഹിയിൽ എന്തായാലും കോൺഗ്രസ്സിന് 10,000 പേരെ കൂട്ടാൻ ഒക്കുമല്ലോ, എപ്പം വേണേലും. അപ്പോൾ അവരെ ഉപയോഗിച്ച് ഈ വണ്ടി അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻ ഇംഗ്ലീഷിൽ പറയാം ഹൂളിഗനിസം എന്ന് പറയും, പൊളിറ്റിക്കൽ ഹൂളിഗനിസം. ഇത് വധശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഇനിയിപ്പോൾ കേസ് വരും അതിൻ്റെ. കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വത്തിനും ഇതിനും സംരക്ഷണം നൽകുക എന്നുള്ള ഇവർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വാഹനം അടിച്ചു തകർക്കുകയും പിന്നെ പോലീസുകാർക്ക് എതിരെ പിന്നെ എന്താ പറഞ്ഞ ആക്രമണം നടത്തുകയും കല്ലെറിയുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതല്ല രാഷ്ട്രീയം. എന്നിട്ട് മനസാ വാച കർമ്മണ അറിയാൻ വയ്യാത്ത എന്താ പറഞ്ഞ ഈ കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഭരണത്തിൽ കയറിയ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞ് BD സതീശൻ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് പ്രവർത്തകരുടെ ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. കുറേ കാലമായി അല്ലല്ല, സ്വാഭാവിക പ്രതികരണം എന്ന് പറഞ്ഞാലേ ഇപ്പോൾ TPയെ കൊന്നത് കുലംകുത്തി എന്ന് വെച്ചാൽ സ്വാഭാവിക പ്രതികരണമായിരുന്നു. മനസ്സിലായേ? പ്രവർത്തകരുടെ ആവേശം കൊണ്ടിട്ടാണല്ലോ കൊന്നത്, TPയെ കൊന്നത്. അല്ലെങ്കിൽ അറിയാമല്ലോ. അപ്പം ഇത് സ്വാഭാവിക പ്രതികരണം എന്ന് പറഞ്ഞാൽ അക്രമം അയച്ചു വിടുന്നതല്ല സ്വാഭാവിക പ്രതികരണം. പ്രത്യേകിച്ച് അതിപ്പം പ്രതിപക്ഷത്തായപ്പോൾ തൊട്ട് ഇന്നലെ തൊട്ട് തുടങ്ങി, മനസ്സിലായില്ലയോ? ഒരു പ്രശ്നവും ഇല്ലാതെ ഇന്നലെ തൊട്ട് പരിപാടികൾ തുടങ്ങി, കലാപരിപാടികൾ. അത് പണ്ട് നടത്തിയാണ്.
2016 ഉമ്മൻചാണ്ടിക്കെതിരെ എന്ത് നിഷ്ഠൂരമായ ആക്രമണം ഇവർ നടത്തിയത്. ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറിഞ്ഞല്ലോ. കല്ലെറിഞ്ഞ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിനെതിരെ കല്ലെറിഞ്ഞിട്ട് പുള്ളി Z+ എന്ന് പറഞ്ഞു പോയില്ലല്ലോ. ഇവിടെ ഹർത്താൽ വേണ്ടെന്നല്ലേ ഉമ്മൻചാണ്ടി പറഞ്ഞത്, അല്ലേ? അതെ, ഹർത്താൽ ഇവിടെ കോൺഗ്രസ് വലിയ പാർട്ടിയാണല്ലോ. അപ്പോൾ അക്രമം കൊണ്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടുന്നത്, രാഷ്ട്രീയം കൊണ്ടാണ്. രാഷ്ട്രീയ പൊളിമിക്സിൽ അവർക്ക് പറയാം ഇത്രയും 193 കേസെടുത്തു, ഈ കേസിൻ്റെ അകത്ത് 1% ഉള്ളൂ കൺവിക്ഷൻ, അപ്പോൾ ഈ കേസ് ഇപ്പോൾ ദുരൂഹതയുണ്ട്. പക്ഷേ ഈ കേസ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കേസ് CMRLനെതിരെയാണ്, അതിന് എക്സാലോജിക്കിനും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ CMRLൻ്റെ പിന്നെ മുൻ ഉടമ, അതിപ്പോൾ അത് വൈൻഡപ്പ് ചെയ്തു. മുൻ ഉടമ എന്ന് പറഞ്ഞാൽ ഒരു മുൻ മന്ത്രിയുടെ ഭാര്യയാണ്. എക്സാലോജിക്ക് CMRLൻ്റെ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള എക്സാലോജി. അതെ, നമുക്ക് ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ പോകാൻ നോക്കണം, കാരണം അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ മറുവശത്ത് MV ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ, V ശിവൻകുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയൻ്റെ വീടിന് മുന്നിലുണ്ട്. ഈ നേതാക്കളുടെ കൺമുന്നിലാണ് അവിടെ ആക്രമണം നടക്കുന്നത്. അവരാണ് ഈ ആക്രമണത്തിന് ആഹ്വാനം നൽകുന്നത്. V ശിവൻകുട്ടിയൊക്കെ പ്രവർത്തകരെ അതൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരം CPMൻ്റെ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് വീണ ജോർജിനെതിരെ കൊടി വീശിയതിന് കുറച്ച് പിള്ളേർ വധശ്രമത്തിന് കേസെടുത്തു. അതെ, 4 പേര്. അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്നറിയാമോ? എനിക്കറിയാം. കോൺഗ്രസിൻ്റെ ഓഫീസുകളെല്ലാം തകർത്തു. അതെ, കോൺഗ്രസിൻ്റെ കൊടിമരങ്ങൾ തകർത്തു. കാരണം എന്ന് പറഞ്ഞാൽ ഈ അക്രമം എന്ന് വെച്ചാൽ വിരട്ട് പരിപാടിയുണ്ടല്ലോ. എന്നാൽ ഇവർ RSSനെ തൊട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ച് അടിക്കും. കോൺഗ്രസ്സുകാരധികം നിവൃത്തിയില്ലേ തിരിച്ചടിക്കത്തുള്ളൂ. അപ്പോൾ അന്ന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലായി ഇത് നാടകമായിരുന്നെന്ന്. വീണയ്ക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. വീണയെ ICUവിലാക്കി. പച്ചക്കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞതിന് ഒരു മടിയില്ല. പച്ചക്കള്ളം പറഞ്ഞ് ഇവരെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ഗോവിന്ദൻ മാഷ് പറഞ്ഞ എന്താ പറയുക, കൈ തിരിച്ച് കഴുത്തിന് പിടിച്ച് ഇത് ചെയ്യുന്ന ഇത് ആരും കണ്ടിട്ടില്ല. അവിടെ എത്രയും ക്യാമറയുണ്ട്. പച്ചക്കള്ളം പറഞ്ഞു. ഈ പച്ചക്കള്ളം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞു 2016. ഞാൻ ഈ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ പോകുമ്പോൾ 100 കണക്കിന് വലിയ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്, ആ മനുഷ്യനെ ചേർത്തിട്ട് എല്ലാം അശ്ലീല പോസ്റ്ററുകളായിരുന്നു, ബാനർ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഇത് നമ്മൾ തിരിച്ചും കൂടെ മനസ്സിലാക്കണം. പിണറായി വിജയൻ ഒരു ഓൺലൈൻ മാധ്യമ ഓഫീസിൻ്റെ വീട്ടിൽ അവരുടെ പോലീസുകാർ കയറി 3 മണിക്കും 2 മണിക്കുമൊക്കെ സ്ത്രീ ജേർണലിസ്റ്റുകളുടെ പത്രപ്രവർത്തകരുടെ ഫോണും ലാപ്ടോപ്പും പിടിച്ചുകൊണ്ട് പോയി. ഓർമ്മയുണ്ടോ? ഒരു വീട്ടിലെ നിങ്ങൾ ഫോണും ലാപ്ടോപ്പും പോട്ടെ, അവിടുത്തെ എന്താ പറഞ്ഞേ ബാറ്ററി ഉണ്ടല്ലോ, ബാക്കപ്പ്, അത് സഹിതം പിടിച്ചുകൊണ്ട് പോയി. റെയ്ഡ് ചെയ്ത് തീർത്തു. അത് എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇത് അന്ന് എത്ര പേര് ഇതിനെ ചോദ്യം ചെയ്തു? മനുഷ്യാവകാശ ലംഘനം കൊല്ലത്തും കിട്ടും. അതാണ് ഇപ്പോൾ പിണറായി വിജയൻ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കൃത്യമായിട്ട് പറയണം. എത്ര കേസെടുത്തു? ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, അന്നത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുത്തു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. പലർക്കെതിരെയും പിന്നെ വ്യാജ കേസുകൾ എടുത്തു. ഒരു കാര്യമില്ലാത്ത വധക്കേസുകൾ 2 എണ്ണം എടുത്തേ. ഒന്ന് എന്താ പറഞ്ഞേ, വിമാനത്തിൽ. അപ്പോൾ അന്ന് ജയരാജൻ വന്ന് പറഞ്ഞത് എന്താ പറയുമോ, ഉയ്യോ കൊന്നുപോയനെന്നാ. എന്നിട്ട് കേസെടുത്തു. എന്നിട്ട് അവരുടെ വീട്ടിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ ശബരി അവർക്ക് സംരക്ഷണം നൽകുന്നു, അവർക്ക് എന്തോ ചായ കൊടുത്തു എന്ന് പറഞ്ഞ് പുള്ളിയുടെ എതിരെയും കേസെടുത്തു. അപ്പോൾ എത്ര കള്ളക്കേസെടുത്തു? അപ്പോൾ അധികാരം ഉള്ളപ്പോഴേ നിങ്ങൾക്ക് പിടിച്ചിരിക്കാം. അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റും. പക്ഷെ അത് ലോ ആൻഡ് ഓർഡർ പ്രശ്നമാക്കി. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ നാളെ പിന്നെ നിങ്ങളെ ഇഷ്ടമല്ല ഒരാൾക്ക്, നിങ്ങൾ ആഹ്വാനം ചെയ്യുക, നാളെ നിങ്ങളെ കുലം കുത്തിയെന്ന് ചോദിച്ച് കൊല്ലാം, മാസാ അല്ല എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ സ്റ്റിക്കർ കൊടുത്ത് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ, ഇപ്പം ED എന്തോ എന്ന് പറഞ്ഞാലും സ്ത്രീകൾ ഉൾപ്പെടെ പോകുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവരവരുടെ ജോലി ചെയ്യുക. ആ ജോലി ചെയ്യുന്നവർ പ്രൈവറ്റ് കാറിൽ വരുന്നു, ഒരു ടാക്സിയിൽ വരുന്നു, അവരെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനും സ്വത്തിനും, സത്യം പറഞ്ഞാൽ അതാണ് വധശ്രമം. കാരണം വല്ല ആയുധം വെച്ച് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ, ഇനിയിപ്പോൾ അവർക്ക് എത്ര പേര് പരിക്ക് പറ്റിയെന്ന് നമുക്കറിയാമല്ലോ. ആ കാറിൻ്റെ അവസ്ഥ കണ്ടാൽ
ഫ്രണ്ടിലും അടിച്ച് ചേർത്തു, പുറയിലും അടിച്ച് ചേർത്തു, സൈഡിലും അടിച്ചു. അപ്പം എന്തുമാത്രം ചില്ല് ആരുടെയെങ്കിലും പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ഈ പിന്നെ പുതിയ റിപ്പോർട്ട് വരുമ്പോൾ അതെന്ന് പറഞ്ഞാൽ ജീവനും സ്വത്തിനും അങ്ങനെയല്ല ഇതിനെ നേരിടേണ്ടത്. അപ്പോൾ CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന പാർട്ടി ഈ പഴയ പോലെ ആളുകളെ വരട്ടി ഈ ഗുണ്ടാഗിരി കാണിച്ചാൽ ഈ പാർട്ടിക്ക് ഇപ്പം കിട്ടിയതിൻ്റെ പകുതി വോട്ടേ ഇനി കിട്ടത്തുള്ളൂ. കാരണം ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. ഇത് ED റെയ്ഡ് ചെയ്തിട്ടുള്ള ചോദ്യം ചെയ്യണമെങ്കിൽ റെയ്ഡ് ചെയ്ത് പിന്നെ ഏറ്റവും കൂടുതൽ റെയ്ഡ് ചെയ്ത് എവിടെയാണ്? CMRLൻ്റെ പ്രോപ്പർട്ടിയല്ല ആണല്ലോ. അപ്പോൾ അത് വരുമ്പോഴത്തേന് അപ്പോൾ CMRLൻ്റെ റെയ്ഡിനെതിരെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല. പാർട്ടിക്കാരെ നിർത്തിയായിരുന്നു. ഇല്ല. CMRLൻ്റെ പ്രോപ്പർട്ടിയിൽ എവിടെ പാർട്ടിക്കാർ? കൊച്ചിയിലും ആലുവയിലും ഉണ്ട്. അവിടുന്ന് ഇല്ലായിരുന്നു. CMRLൻ്റെ പ്രോപ്പർട്ടിയിൽ ആരും കയറിയില്ല. നിങ്ങൾ കോരയിൽ എന്ന് പറഞ്ഞാൽ കണ്ണൂരും വലിയ ബഹളമില്ലായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു. അല്ല, ആളുകൾ അവിടെയൊക്കെ പ്രതിഷേധം ചെയ്തോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രതിഷേധം കുഴപ്പമില്ല. പ്രതിഷേധം ചെയ്യുന്നതിൽ കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ പ്രതിഷേധവും ആയുധമെടുത്തുള്ള ഗുണ്ടാഗിരിയും രണ്ടും രണ്ടാണ്. പ്രതിഷേധിച്ചോട്ടെ, നിങ്ങൾക്ക് പത്രസമ്മേളനം നടത്താം, നിങ്ങൾക്ക് പിന്നെ എല്ലായിടത്തും പ്രതിഷേധിക്കാം, ഇതൊക്കെ ചെയ്തോട്ടെ, അതൊക്കെ രാഷ്ട്രീയമായ. പക്ഷേ ഒരു കാറ്, സ്ത്രീകൾ ഉൾപ്പെടെ പോകുന്ന ഒരു കാറ് അടിച്ച് പൊളിക്കുക ED സംഘത്തിൻ്റെ കാറാണ്. അതുകൊണ്ടാണ് ഏത് സംഘവും ആയിക്കോട്ടെ. നിങ്ങൾ അവരെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാ. അവരിൽ ഒരാൾ മരിച്ചെന്ന് വെച്ചു, അല്ലെ വേറൊക്കെ അപകടം പറ്റുമെന്ന് വെച്ചു, ആരാ ഉത്തരവാദി? അത് വലിയ അപകടമാണ്. ഈ രാജ്യത്ത് പിന്നെ നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് എല്ലാവർക്കും ED അവിടെ ചെന്നെന്ന് പറഞ്ഞാൽ ആരെയും അറ്റാക്ക് ചെയ്തൊന്നുമില്ലോ. അവർ കുറച്ച് ചോദ്യം ചോദിച്ചു കാണും, അവർ കുറച്ച് പേര് അവിടെ ഇരുന്ന് ചായ കുടിച്ച് കാണും, അതൊക്കെ ആയിരിക്കും ചെയ്തത്. അല്ലാതെ അവർക്ക് വേറെ വലിയ ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല. അവർക്ക് അടിനടയൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. അവരാരെയും ഉരുട്ടിയില്ലല്ലോ. അവർ പോയി ചോദ്യം ചെയ്യും. രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു, കുറേ ഹരാസ് ചെയ്യും. EDയുടെ മെയിൻ പ്രശ്നം ഹരാസ് ചെയ്യുക എന്നുള്ള. EDയുടെ രണ്ടാമത്തെ മെയിൻ പ്രശ്നം ഈ PMLA ആക്ട് അനുസരിച്ചിട്ട് ഏറ്റവും വലിയ ഭയം എന്താ അറിയോ? ഇവർക്ക് സ്വത്ത് ഫ്രീസ് ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ നിങ്ങളുടെ പ്രോപ്പർട്ടി വേണേൽ അറ്റാച്ച് ചെയ്യാം. പക്ഷേ ഈ കേസെല്ലാം കൊടുത്തിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ എന്താ പറ്റുമെന്നറിയോ? ഇതെല്ലാം ഷൂ ആയിട്ട് പോകും. തെളിവ് വലുതായിട്ട് കാണിക്കാനില്ല. പക്ഷേ എക്സാലോജിക്കിൻ്റെ ഈ 1.72 കോടി കൊടുത്തു എന്നുള്ള തെളിവാണ്. ഇപ്പോഴും ഇവിടുത്തെ നാട്ടുകാർക്ക് ഉറപ്പില്ല എന്ത് സർവീസ് ഇവർ കൊടുത്തതെന്ന്. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ഞാൻ എക്സാലോജിക്കിൻ്റെ വെബ്സൈറ്റ് അന്ന് പോയി നോക്കി, ഇപ്പോൾ വെബ്സൈറ്റ് ഒന്നുമില്ല, ആ കമ്പനിയെ വെബ്സൈറ്റില്ല. അപ്പോൾ രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കമ്പനി എന്താ പൂട്ടിയത്? അപ്പം ന്യായമായ സംശയമല്ലോ. നിങ്ങൾ ഒരു കമ്പനി തുടങ്ങുമ്പം സെറ്റ് ബാക്ക് ഉണ്ടാകും അല്ലേ? ഏത് കമ്പനി തുടങ്ങിയാലും ചില ഇൻവെസ്റ്റിഗേഷനൊക്കെ വരും. അതിപ്പം നിങ്ങൾ നോക്കിയാൽ ഇൻഫോസിസിലും കാണും, എല്ലായിടത്തും കാണും. അവർക്കൊരു ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിന് കാണും. പക്ഷേ ഈ കമ്പനി എന്താണ് പൂട്ടിയത്? ഈ കമ്പനി എക്സാലോജിക്ക് ഒരു വിഷനുള്ള കമ്പനിയാണെങ്കിൽ അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 100 കോടി അല്ലെങ്കിൽ 200 കോടി കമ്പനിയാണ്. എന്തുകൊണ്ട് ഈ ഒരൊറ്റ കേസ് വന്നപ്പോൾ കമ്പനി പൂട്ടി? അതിൽ ദുരൂഹതയുണ്ട്. എന്തായാലും അതാണ് പ്രശ്നം. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. അപ്പം ഉത്തരം നിങ്ങൾക്ക് പ്രതിഷേധം എന്ന് പറയുന്നത് കല്ലും വടിയും കവണിയും ഒക്കെ എടുത്തുള്ള ഗുണ്ടാഗിരിയല്ല. അത് CPM എന്ന് പറഞ്ഞ പാർട്ടി കുറച്ചാൽ, മാറ്റിയാൽ കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. അങ്ങനെ ഒരു ഐഡിയോളജി വെച്ച് ആ പാർട്ടി ഇനി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 9% വ്യത്യാസമേ ഉള്ളൂ. ബംഗാളിലെ സ്ഥിതി വരും. ഏകദേശം വന്നു കഴിഞ്ഞു. ഇനി ബംഗാളിലെ സ്ഥിതി വരും. അത് പാർട്ടിക്കാർ മനസ്സിലാക്കിയാൽ ആ പാർട്ടി റീബൂട്ട് ചെയ്യാതെ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾക്ക്. ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള എല്ലാ ED റെയ്ഡും പിന്നെ വസ്തുനിഷ്ഠമാണെന്ന് എനിക്ക് ഇതുമില്ല. കാരണം 193 കേസുള്ളതിൽ പല കേസും ക്യാൻസലായി. എന്താണ്? അജിത് പവാർ BJPയുടെ കൂടെ പോയപ്പോൾ പ്രശ്നം തിരിഞ്ഞു. സുവേന്ദു അധികാരി പിന്നെ ആദ്യം കോൺഗ്രസ് ആയിരുന്നു, പിന്നെ തൃണമൂലായി, പിന്നെ BJP, ഇപ്പം മുഖ്യമന്ത്രി. ഒരു പ്രശ്നവുമില്ല. ആസാമിൽ കോൺഗ്രസ്സുകാരനായിരുന്നപ്പോൾ അയാൾക്കെതിരെ കേസായിരുന്നു. ഇപ്പോൾ എന്താണ്? വളരെ കൂൾ പുള്ളി അവിടെ മുഖ്യമന്ത്രിയായി. അല്ല, അത്തരം ചില സന്ദർഭങ്ങൾ പല ഇടങ്ങളിലുണ്ടാവും. എന്തായാലും കേരളത്തിൽ തെറ്റാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ളൊരു വലിയ പെർസെപ്ഷൻ ഉണ്ട്. പക്ഷെ അതിന് പ്രതിവിധി എന്ന് പറഞ്ഞാൽ നിൻ്റെ മൂക്കടിച്ചൊടിക്കും, നിൻ്റെ കാർ അടിച്ചൊടിക്കും,
പിന്നെ നിന്നെ തെറി വിളിക്കും എന്നുള്ള ഒരു രാഷ്ട്രീയം ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൽ, സംസ്കാരമുള്ളൊരു സമൂഹത്തിൽ ചേർന്നതല്ല. തീർച്ചയായിട്ടും വളരെ നന്ദി, വളരെ നന്ദി ശ്രീ ജയസേതു. നന്ദി, നമസ്കാരം.